നട്ടലിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ ചികിത്സ പറ്റിയാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ നമ്മോട് പറയുന്നത്. കൊച്ചി VPS ലക്ഷർ ഹോസ്പിറ്റലിലെ സ്പൈൻ ആൻഡ് സ്കോളിയോസിസ് സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ ആറാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. അദ്ദേഹം സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ. നട്ടെല്ല് രോഗങ്ങളിലെ ഒരു സൈലന്റ് വില്ലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സൈലന്റ് വില്ലൻ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് പൊതുവേ നടുവിൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ വേദനയായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കഴുത്തിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതിൽ വേദന വലിയൊരു ഘടകമല്ല. അതായത് നമ്മുടെ സുഷുമ്നാനാഡി കടന്നു പോകുന്ന കഴുത്തിൻ്റെ ഭാഗത്ത് അതിനുണ്ടാകുന്ന ഞെരുക്കം, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ സെർവൈക്കൽ മൈലോപ്പതി എന്നൊരു അസുഖമായിട്ടാണ് പറയുന്നത്. അതിനെ തുടർന്ന് നാഡീഞരമ്പുകൾക്ക് കയ്യിലോട്ടും കാലിലോട്ടും പോകുന്ന നാഡീഞരമ്പുകൾക്ക് ബലഹീനത ഉണ്ടാവുകയും നമ്മുടെ നടക്കുമ്പോൾ ഒരു ബാലൻസ് തെറ്റുന്ന പോലെയുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു മദ്യപിച്ച ഒരാൾ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ചെറിയ തട്ടൽ കിട്ടിയാൽ വീഴാൻ പോകുന്നു, അതുപോലെയുള്ള ഒരു അവസ്ഥ ഇത്തരം രോഗികൾക്കുണ്ടാകുന്നു. അപ്പോൾ പലപ്പോഴും കഴുത്തിന് വേദന ഇല്ലാത്തത് കൊണ്ട് ഇത് മിസ് ചെയ്യാറാണ് പതിവ്. ഈ ബാലൻസ് തെറ്റുന്നത് ഒരു സീരിയസ് ഘട്ടത്തിലോട്ട് എത്തുമ്പോഴാണ് ബാലൻസ് തെറ്റി തുടങ്ങുന്നത്. അതിന് മുമ്പ് ഒരുപക്ഷെ ഇവർക്ക് ചിലപ്പോൾ കൈകളിലോട്ടോ കാലിലോട്ടോ ചെറിയ തരിപ്പായിട്ടോ മരവിപ്പായിട്ടോ വന്നേക്കാം, ഒരുപക്ഷെ ചെറിയ വേദനയും വന്നേക്കാം. പക്ഷേ കഴുത്തിനധികം വേദന ഇല്ലാത്തത് കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് വൈകുകയും ഒരുപക്ഷെ ഇവരെവിടെയെങ്കിലും തട്ടി തടഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി, നേരെ നടക്കാൻ പറ്റുന്നില്ല, ബാലൻസ് തെറ്റുന്നു, ഒരു വടി ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഒരു എക്സ്റേയോ MRIയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ കഴുത്തിലെ സുഷുമ്നാ നാഡിക്ക് നീർക്കെട്ടുണ്ടായിരുന്നു എന്നുള്ളതും അത് വളരെ ടൈറ്റാണെന്നും ആ പോകുന്ന വഴി വളരെ നാരോ ആണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിന് വേദന ഇല്ലെങ്കിലും കൈകളിലോട്ട് ചെറുതായിട്ടുള്ള തരിപ്പ്, മരവിപ്പ്, അല്ലെങ്കിൽ നടക്കുമ്പോൾ വളരെ ബാലൻസ് തെറ്റുന്ന പോലെ ഒരു സംശയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് വേണ്ടുന്ന രോഗനിർണയം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ രോഗികളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവർക്ക് ഒരുപക്ഷെ സർജറിയൊക്കെ വേണ്ടി വന്നേക്കാം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.